എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ മീഡിയ വഴി എങ്ങനെ ബഹിരാകാശത്തെത്താം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ലാച്ചെ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. താങ്കളുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അതിനെപ്പറ്റി താങ്കൾക്ക് പറയാനുള്ളത്? അത് ഫോണെങ്ങാലും സർവീസിന് കൊടുത്തപ്പോൾ ലീക്കായതാവും. അങ്ങനത്തെ ഒന്നല്ല. നിങ്ങളിപ്പോൾ ഒരു നടീനെ കുറിച്ച് പറഞ്ഞൊരു പ്രസ്താവന ഇല്ലേ, അതാണ്. ഇത് പിന്നെ ഒരു സോളോ ഹിറ്റ് പോലും ഇല്ലാതെ ഇൻഡസ്ട്രിയിൽ ഇത്ര കാലം നിലനിൽക്കുകയും ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചടങ്ങല്ല, അത് സിനിമയിലുള്ളവർക്ക് ഒരു വരുമാന മാർഗവും കൂടിയാണെന്ന് തെളിയിച്ചു തന്ന അവരോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ അവര് നിങ്ങളെ കുറിച്ച് പറഞ്ഞത് ഇപ്പൊ അവരുടെ ബിഗ് ബഡ്ജറ്റിൽ പടം ഇറങ്ങാൻ പോണതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുകൊണ്ടൊന്നല്ല, എല്ലാവർക്കും അവരുടെ ഒരു കാര്യത്തിലൊരു സംശയം ഉണ്ടല്ലോ, അത് എനിക്കുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ സ്ഥിരീകരിച്ചതാ, അതാണ് അലമ്പായത്. അതന്നെ, എന്ത് പറഞ്ഞാലും അവര് പ്രതികരിക്കില്ല എന്നൊരു വിശ്വാസം അതങ്ങോട്ട് മാറിക്കിട്ടി. അതായിരുന്ന അല്ല, ഞാൻ പണ്ടും ഇത്തരം പദപ്രയോഗങ്ങൾ പലപ്പോഴായിട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷെ അന്നാരും ഇതുപോലെ പ്രശ്നമാക്കിയിരുന്നില്ല. ഇത്രയും ആശയസമ്പന്നനായ താങ്കൾക്ക് ഒരു ആത്മകഥ എഴുതിക്കൂടെ? ഒരെണ്ണം എഴുതിയിരുന്നു. കഥയിൽ അശ്ലീലത്തിന്റെ അമിത പ്രസരണം കാരണം മുത്തുച്ചിപ്പി വരെ റിജക്ട് ചെയ്തു. അന്ന് വെച്ചതാ പേന, പിന്നെ തൊട്ടിട്ടില്ല. സൂപ്പർ. അല്ല, എന്നെപ്പോ ഒരാൾ സോഷ്യൽ മീഡിയയിൽ ക്യൂട്ട് എന്ന് കമന്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അയാളുടെ പേരിൽ കേസ് കൊടുക്കാൻ വല്ല വഴിയില്ല. ക്യൂട്ട് എന്നാണെങ്കിൽ നീ കേസ് കൊടുക്കണം, അത് നിന്നോട് ചെയ്യണ ബോഡി ഷേമിംഗ് ആണ്. പക്ഷെ പ്രത്യേകിച്ച് ചോദിക്കണം കേട്ടോ, ക്യൂട്ട് തന്നെയായിരുന്നു അത് ഫ്ലൂട്ട് എന്നായിരുന്നു എന്ന്. താൻ ജയിലേ പോവും. എനിക്ക് പോയാലും പ്രശ്നമില്ല. കണ്ട, ഡ്രസ്സ് വരെ ഓൾറെഡി ഇട്ടിട്ടാണ് നിൽക്കുന്നത്, വെറുതെ നമ്പർ മാത്രം എഴുതിയാൽ മതി. സത്യത്തിൽ താങ്കളൊരു ചെറിയ കോഴിമൂട് മനുഷ്യനാണല്ലേ. അങ്ങനെ മ്ലേച്ഛമായി സംസാരിക്കില്ല. ഇറ്റ്സ് കാഷ്വൽ ഡേറ്റ്, സിറ്റുവേഷൻഷിപ്പ്, നോൺ എത്തിക്കൽ മോണോഗമി, അങ്ങനെയൊക്കെയാണ് ഇതിനെ പറയുക. ഇത് തമ്മിൽ വ്യത്യാസം വളരെ സിമ്പിളാണ്. ഇപ്പം ഞാൻ പറഞ്ഞതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഇതൊക്കെ കാശുള്ളവൻ പറയുന്നു, കാശില്ലാത്തവർ ഇതിനൊക്കെ കള്ളവടി എളുപ്പവരും എന്നൊക്കെ പറയുന്നു. സെയിം. അപ്പോൾ പോകേണ്ട സമയമായി, അടുത്ത ഇന്റർവ്യൂ വേണം. അപ്പോൾ കോൺക്രീറ്റ് ദ വേൾഡ് വിത്തില്ല. ഇങ്ങനെ കോൺക്രീറ്റ് ഇടുകയാണെങ്കിൽ സിമെന്റും ചട്ടിയും മെറ്റലും മണലൊക്കെ കുറെ ഇറക്കേണ്ടി വരും.